ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ 13 സാക്ഷികളെ പുതുതായി ചേർത്ത് റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കേസിലെ പ്രതിയായ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് PP ദിവ്യയുടെ ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ ഉൾപ്പെടെയാണ് നൽകിയത്. നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയെ തുടർന്ന് കഴിഞ്ഞ മാർച്ച് 16-നാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടത്. ബിജീഷ് ഗോവിന്ദൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനുണ്ട്. ബിജീഷ്, അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നു. എന്തൊക്കെയാണ് റിപ്പോർട്ടിൽ പുതുതായി ചേർക്കപ്പെട്ടിരിക്കുന്നത്? കണ്ണൂരിൽ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിനകത്ത് തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ നൽകിയ ഹർജി അംഗീകരിച്ചുകൊണ്ട് അതിനകത്ത് 4 വിഷയങ്ങളിൽ തുടരന്വേഷണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. ഈ 4 വിഷയങ്ങളിൽ തുടരന്വേഷണം നടത്തി അതിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം കേസിനകത്ത് 13 സാക്ഷികളെ കൂടി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതോടുകൂടി കേസിനകത്ത് സാക്ഷികളുടെ എണ്ണം 115 ഉയർന്നു. ഒപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് PP ദിവ്യ എന്ന് പറയുന്ന കേസിലെ പ്രതിയായിട്ടുള്ള അന്നത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഫോൺ വിളികളുടെ ഒഫീഷ്യലും അതുപോലെ തന്നെ വ്യക്തിഗതവുമായിട്ടുള്ള ഫോൺ വിളികളുടെ വിശദാംശങ്ങൾ കോടതി തേടിയിരുന്നു. അത് സംബന്ധിച്ചുള്ള കാര്യത്തിനകത്തും വിശദാംശങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. അതിനകത്ത് 16/1/2024 മുതൽ 15/11/2024 വരെയുള്ള CDR ആണ് കോടതി തേടിയത്. ഇതിൽ 1/4/2024 മുതൽ 15/11/2024 വരെയുള്ള വിശദാംശങ്ങളാണ് അന്വേഷണ സംഘം നൽകിയത്. ഇതിനകത്ത് 2.5 മാസക്കാലം, അതായത് കോടതി ആവശ്യപ്പെട്ടതിൽ നിന്ന് 2.5 മാസക്കാലത്തെ വിവരങ്ങൾ നൽകാൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല. ഇതിന്റെ കൂടി വിവരങ്ങൾ ലഭ്യമാകുമോ എന്ന് കോടതി ആരാഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ച ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ പ്രോസിക്യൂഷൻ കൂടുതൽ വിശദീകരണം കോടതിക്ക് നൽകും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. ഒപ്പം ഈ നവീൻ ബാബു താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സിലേക്ക് ഇതിനകത്ത് പെട്രോൾ പമ്പ് ഉടമയായിട്ടുള്ള TV പ്രശാന്തൻ പോയതിന്റെ CCTV ദൃശ്യങ്ങൾ കോടതി തേടിയിരുന്നു. ആ CCTV ദൃശ്യങ്ങൾ അന്വേഷണ സംഘം നൽകിയിട്ടുണ്ട്. ഒപ്പം വിജിലൻസിന് TV പ്രശാന്തൻ നൽകിയ പരാതിയിൽ പ്രശാന്ത് നൽകിയ മൊഴിയുടെ വിശദാംശങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് എടുത്തുകൊണ്ട് ഈ തുടരന്വേഷണ റിപ്പോർട്ടിനകത്ത് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. ശരി, ADM നവീൻ ബാബുവിന്റെ അന്വേഷണം റിപ്പോർട്ട് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്.